നേരത്തെ പ്രഭാവതി അമ്മയെ കുറിച്ച് പറയുകയായിരുന്നു. നിയമം ലംഘിച്ച് ഫുട്പാത്തിലൂടെ ഇരുചക്രവാഹനം ഓടിച്ച യാത്രക്കാരനെ തടഞ്ഞ പ്രഭാവതി അമ്മ ഹീറോയാണല്ലേ. പ്രഭാവതി അമ്മയെ ആദരിക്കാൻ മോട്ടു എത്തിയിരിക്കുന്നു. ട്രാഫിക് നിയമലംഘനത്തിനെതിരായ ബോധവൽക്കരണം നടത്തുന്ന മോട്ടു എന്ന ആനക്കുട്ടിയാണ് കോഴിക്കോടെത്തി പ്രഭാവതി അമ്മയെ ആദരിച്ചത്. ഇരുവരും ഒരുമിച്ച് റോഡിലിറങ്ങി അങ്ങ് ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി ബോധവൽക്കരണവും നൽകി. ഒപ്പം നിയമം ലംഘിക്കുന്നവർക്ക് മോട്ടു ഗത കൊണ്ട് തട്ടും, നിയമം അനുസരിക്കുന്നവർക്ക് ചോക്ലേറ്റും നൽകുന്നതാണ് നമ്മൾ കണ്ടത്. അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശരി, പ്രഭാവതി അമ്മയെ ഏതായാലും ആദരിക്കാൻ മോട്ടു എത്തിയ കാഴ്ച അത് കൗതുകം തന്നെയാണ്. അതിലേക്ക് നമുക്ക് പോകാം. പ്രഭാവതി അമ്മ കഴിഞ്ഞ ദിവസം ഫുട്പാത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ബൈക്ക് തടഞ്ഞു നിർത്തി അവർ കാണിച്ചിട്ടുള്ള നിയമലംഘനം ചൂണ്ടിക്കാണിക്കുകയും ആ കാര്യങ്ങൾ തിരുത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ് മോട്ടു തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. മോട്ടു ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ബോധവൽക്കരണ പരിപാടിയായിട്ട് സീബ്ര ലൈനിൽ പോകുന്ന കാൽനട യാത്രക്കാരുടെ സുരക്ഷയാണ് മോട്ടു ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ഈ വാർത്ത കേട്ടത്. അപ്പൊ അതുകൊണ്ട് മോട്ടു തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പൊ അങ്ങ് എത്തുകയായിരുന്നു. നേരത്തെ ഉച്ചയ്ക്ക് എത്തിയത്. അതെ, മോട്ടിന്റെ കയ്യിലൊരു ഗതയും ഒരു ചോക്ലേറ്റ് ഒക്കെ കാണുന്നത് നമുക്ക് തരാനുള്ള ചോക്ലേറ്റ് ഉണ്ട്, ഗതയുണ്ട്. നമ്മുടെ റോഡ് നിയമങ്ങൾ പാലിക്കാതെ വരുന്നവർക്ക് മോട്ടു ഈ ഗത കൊണ്ട് ചെറിയൊരു അല്ല എന്നതല്ലേ അല്ല, പക്ഷെ നിയമം പാലിക്കുന്നവർക്ക് മോട്ടു സ്നേഹത്തോടെ മുട്ടായി കൊടുക്കും. അവർ നിയമം പാലിക്കും. പക്ഷെ 90% ആൾക്കാർ നിയമം പാലിച്ചാണ് വരുന്നത്. അപ്പൊ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. നമുക്കത് മാറ്റിയെടുക്കാം. നമുക്ക് മാറ്റിയെടുക്കാം. അതെ അതെ അതെ. അമ്മ എങ്ങനെയുണ്ട് മോട്ടു ഉഷാറാണ്, കാണാൻ നല്ല ചുള്ളനാണ്. അതെ, ആന ആയതുകൊണ്ട് നമുക്ക് പലതും നടക്കാമെന്ന് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ വിമർശനങ്ങൾ അമ്മക്കെതിരെ വരുന്നുണ്ട്. അതിലെന്താ അമ്മക്ക് മറുപടി? ഞാനത് നമ്മൾ പറയില്ലേ, ഒരു പഴഞ്ചൊല്ലില്ലേ, അമ്മയെ തല്ലി ചന്ത രണ്ടുണ്ട് പക്ഷം. അപ്പൊ അത് നല്ലത് നമ്മൾ എടുക്കുകയും ചീത്ത കളയുകയും ചെയ്യാം. നമ്മൾ ഈ വൈറലാകാൻ വേണ്ടി ചെയ്തോന്നല്ല, നമ്മുടെ സാധാരണ ഉറപ്പായിട്ട് ഇവർക്കൊക്കെ അറിയാം. ഞാൻ ഏത് കാലത്തിന് വേണ്ടി ഇടക്കിടക്ക് ഞാനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നുള്ളത് മാത്രം. ഗവൺമെന്റ് തലത്തിൽ വന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇത്. ഓക്കെ, അതാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇതിനകത്തൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. ഇത്തരം നിയമലംഘനങ്ങൾക്ക് ഇത് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. തീർച്ചയായും അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം തീർച്ചയായും നടത്തുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന മോട്ടുവിനെ ഇറക്കി ഗതാഗത ബോധവൽക്കരണം കോഴിക്കോട് നടത്തുകയാണ്. പ്രഭാവതി അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ബോധവൽക്കരണം. മോട്ടു എന്നുള്ള ഒരു ആനയുടെ, ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ഈ പറയുന്ന എല്ലാ ഗതാഗത നിയമലംഘനങ്ങൾ കാണുന്നിടത്തൊക്കെ അത് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആ മോട്ടുവിനെ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. എന്തായാലും ആ പ്രചരണം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശരണിക്കണ്ണനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. എന്തായാലും മോട്ടുവും കൊള്ളാം, നമ്മുടെ പ്രഭാവതി അമ്മയും കൊള്ളാമല്ലേ. ഇന്നലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഗതാഗത ബോധവൽക്കരണ പരിപാടിയിൽ പ്രഭാവതി അമ്മയെ കൂടി ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ നോക്കാമെന്ന്. എന്തായാലും പ്രഭാവതി അമ്മയുടെ ഒരു ബിഗ് ഫാനായി ഞാൻ മാറി കേട്ടോ. അങ്ങനെ പലരും ഇന്നലെ അമ്മയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് കണ്ടു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ